കൃഷ്ണ. ശ്രീരാമചരിതം നമ്മൾ തുടരുകയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരുടെ ആദ്യ അസുരജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിരുന്നു. രണ്ടാമത്തെ ജന്മമാണ് രാവണ കുംഭകർണന്മാർ. പുലസ്ത്യ മഹർഷിയുടെ പുത്രനായ വിശ്രവസുവിന് കൈകസി എന്നൊരു രാക്ഷസിയിലുണ്ടായ പുത്രന്മാരാണ് രാവണനും കുംഭകർണനും. ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി അതിയായ വരബലവും കായബലവും അവർ നേടി. തുച്ഛനായ ഒരു മനുഷ്യന് മാത്രമേ തന്നെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് രാവണൻ വരം വാങ്ങി. 10 തലകളോടുകൂടിയ രാവണൻ 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തി. മയപുത്രിയായിരുന്ന മണ്ഡോദരിയായിരുന്നു രാവണന്റെ പത്നി. 20 കൈകൾ കൊണ്ടും കൈലാസപർവ്വതം എടുത്തുപൊക്കി പരമശിവനെ പ്രീതിപ്പെടുത്തി. ചന്ദ്രഹാസം എന്ന ഖഡ്ഗവും വരമായി വാങ്ങി. തന്റെ ജ്യേഷ്ഠനായ വിശ്രവണനെ പരാജയപ്പെടുത്തി പുഷ്പക വിമാനവും അവൻ കരസ്ഥമാക്കി. രാവണപുത്രനായ മേഘനാഥൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ഇന്ദ്രജിത്ത് എന്ന പദവും കരസ്ഥമാക്കി. അതികായബലമുള്ള ബാലിയായിരുന്നു രാവണന്റെ സുഹൃത്ത്. അങ്ങനെ 3 ലോകങ്ങളും രാവണന്റെ പേര് കേട്ടാൽ വിറയ്ക്കുവാൻ തുടങ്ങി. ഭൂമിദേവിക്ക് ഈ രാക്ഷസ പരിശകളെ കൊണ്ടുള്ള ഭൂഭാരം വർദ്ധിക്കുവാൻ തുടങ്ങി. അങ്ങനെ രാവണ കുംഭകർണ രാക്ഷസ പരിശകളെ വധിക്കുവാൻ വേണ്ടി ഭഗവാൻ വെറുമൊരു മനുഷ്യനായിട്ട് അവതരിക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.